അത്രയും പൈസ അടിച്ചിട്ട് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇവിടുന്ന് പോകാൻ സാധ്യതയില്ല. കാരണം കല്യാണം മുടങ്ങുന്ന ആൾക്ക് കാണണം. ചേട്ടാ, ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടായിരുന്നു? இல்லங்க. அண்ணே, இந்த ஆள் எங்கேயாவது பாத்தீங்களா? பாத்தங்க. அந்த பக்கம் போனாரு. அந்த பக்கம். ഇവൾ എന്തിനെ കണ്ണിറുക്കി കാണിക്കണത്? പ്രായമായവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. പീഡന കേസ് അകത്തായേണ്ടി വരുമോ? സമീറ, ഇയാളെന്താ ഐറ്റം നമ്പർ ആണോ ഇങ്ങനെ നോക്കി മിഴിച്ചിരിക്കാൻ? ഇയാളെ പിടിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അത് ഡെഡ് എൻഡാ. എന്തായാലും അയാൾ ഇങ്ങോട്ട് വന്നല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് അയാളെ പിടിക്കാന്നേ. ഇനി രക്ഷപ്പെടണമെങ്കിലേ ഭൂമി കുഴിച്ച് പാതാളത്തിലേക്ക് പോണം. ഇതുപോലൊരു പണി ഞാൻ പ്രതീക്ഷിച്ചേയില്ല. മര്യാദയ്ക്ക് വീട്ടിലിരുന്നാ മതിയായിരുന്നു. വെറുതെ ഇങ്ങോട്ട് വന്ന് പണി വാങ്ങിച്ചു. ഇവൻ ഇന്നെന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അളിയ, അയാളെ അടിക്കൊന്നും ചെയ്തേക്കരുതേ. ശവത്തിന് കാവലിരിക്കേണ്ടി വരും. കൂട്ടാ വാ, നമുക്ക് പോവാ. എന്തുവാടേ ഇത്? എവിടെ പോയാലും നിങ്ങൾ എന്നെ വിടൂലേ? ഞങ്ങളല്ലടോ, താനാ അതിലേക്ക് ഇറങ്ങി ഇതിലേ വന്നത്. സ്യൂട്ട് കേസ് തന്നെ. ഞാൻ തരൂല്ല. അടിക്കരുത്, ചത്തുപോവും. ഇതുപോലത്തെ സമയങ്ങളിൽ എന്നെ രക്ഷിക്കാനായി ഒരുത്താനുണ്ട്. അവനുമായിട്ട് നീ ഫൈറ്റ് ചെയ്തോ? ഇതങ്ങോട്ട് പിടിച്ചേ. Bye bye. See you. നിക്ക് നിക്ക്.
സോറി. ഞാൻ ആദ്യം വന്നത് സ്യൂട്ട് കേസിന് വേണ്ടിയാ. ഇനിയിപ്പൊ നീ എന്റെ കൂടെ വാ. എങ്ങനെ കൈ പൊങ്ങടാ? നിനക്ക് എങ്ങനെ എടുത്തോണ്ട് പോകാൻ തോന്നിയത്? രണ്ട് കുടുംബത്തിനും കൂടെ ഉള്ളത് ഒറ്റ മോളാ. ആ തന്ത പറഞ്ഞെന്ന് വെച്ച് നിനക്ക് പറ്റിയില്ലടാ. നീ മനുഷ്യനെ കന്നാലിയ. നിന്നെയൊക്കെ ഒന്ന് കൂടാ വേണ്ട. അദ്ദേഹത്തിന് ബിസിനസ്സിൽ നഷ്ടം വന്ന സ്വത്തുക്കളൊക്കെ വിറ്റപ്പോഴും നിങ്ങൾ സ്വയം രക്ഷപ്പെടാനാണ് നോക്കിയത്. ഇപ്പൊ ഇങ്ങനെ ഈ കല്യാണം വന്നപ്പോ നിങ്ങളുടെ മകളെന്ന് മാത്രമാണ് അദ്ദേഹം വിചാരിച്ചത്. അന്ന് ചേട്ടനാണെന്ന് നിങ്ങളും വിചാരിച്ചില്ല, ഇന്ന് അനിയനാണെന്ന് ഇദ്ദേഹവും വിചാരിച്ചില്ല. അതുകൊണ്ട് തമ്മിൽ കുറ്റപ്പെടുത്താനുള്ള അധികാരമൊന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കുമില്ല. സന്തോഷത്തിന്റെ സമയത്ത് കൂടെ നിൽക്കുകയും കഷ്ടകാലം വരുമ്പോൾ കൈവിടുകയും ചെയ്യരുത് സർ. അതും സഹോദരനെ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവൻ അങ്ങനെ തന്നെ പറയണമെന്ന് ഞാൻ കരുതിയേനെ. പക്ഷെ നീ അങ്ങനെ കരുതിയില്ല. എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഈ വീട് നീ വീണ്ടും സന്തോഷത്തിലാക്കി. ആ വലിയ മനുഷ്യന് ഇങ്ങനൊരു മകനല്ലേ ഉണ്ടാവൂ. ആക്ച്വലി ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. ഓക്കെ, നീ വാ, നമുക്ക് ഒളിച്ചോടി പോവാം. വേണ്ടെന്ന് പറ, വേണ്ടെന്ന് പറ, വേണ്ടെന്ന് പറ. പല്ലവി, നിനക്ക് യോഗേഷ കറക്റ്റ്. നീ എന്നോട് നോ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതല്ല. സത്യത്തില് യോഗേഷ് ഈസ് എ ഗ്രേറ്റ് ഗായ്. ഞാൻ നടത്തുന്ന ഫസ്റ്റ് മാരേജ് ആണത്. മണവാട്ടിപ്പെണ്ണ് ഒളിച്ചോടി പോയി എന്നറിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ശരിയാവൂല്ല. നമ്മള് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണ് തിരിച്ചു വന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞവള് തിരിച്ചു വന്നാല് അതൊരു സംഭവം തന്നെ. പല്ലവി എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്ത് റിങ് ഒരു ടേബിളിൽ വെച്ച് പോയപ്പോ ഞാൻ വിചാരിച്ചത് എൻ്റെ അച്ഛനങ്ങ് പോയപ്പോ, അദ്ദേഹം ഉണ്ടാക്കിയ സ്വത്തുക്കൾ പോയപ്പോ ഞാൻ വെറും നത്തിങ്, വെറും സീറോ എന്ന. എന്നാലിപ്പോ അച്ഛൻ പോയിട്ടും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ പോയിട്ടും ഞാനെന്തോ സംതിങ്. ഇനി ഒരിക്കലും ഞാൻ സീറോ ആവില്ല. ഐ ആം സംതിങ്. സംതിങ്. ഐ ആം ഡയബറ്റിക്. എന്താ? എനിക്ക് ഷുഗർ ഉണ്ട് ചെറുപ്പം മുതലേ. അതിനു വേണ്ടിയാ ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നത്, ഡ്രഗ്സ് അല്ല. ഇതാർക്കും അറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരോട് മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. എന്നുവെച്ചാ എനിക്ക് വല്ലാതെ അടുപ്പമുള്ളവരോട് മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. ലൈക്ക് നാളെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആകുമ്പോ നിനക്ക് ഷുഗർ ഉള്ള കാര്യം എന്താ പറയുന്നതെന്ന് ചോദിച്ചാ അല്ല, അത് എനിക്ക് എനിക്ക്
മേക്കപ്പ് ഇടാനുള്ളത്. പോട്ടെ.